പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, പ്രധാനമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം, അവർ നടത്തിയ യൂട്യൂബ് ചാനൽ, അതാണ് ഈ പ്രശ്നങ്ങൾക്കിടയാക്കിയെന്ന് ആദ്യം തന്നെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ പുറത്തു വരേണ്ടതാണ് ഇതിനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ അടക്കം ജീവനക്കാർ നൽകിയ എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതെല്ലാം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അവർ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. യോഗം പൂർത്തിയായോ? സിജു, കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നത്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് എസ് പി കെ മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. സംസ്ഥാന തലത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എച്ച് വെങ്കടേഷ് തന്നെയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റജി കുന്നപ്പറമ്പിലാണ് അന്വേഷണ ചുമതല. 4 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘമാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സിജു സൂചിപ്പിച്ച പോലെ തന്നെ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ ഏജൻസി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഏജൻസിയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തിയത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ നിലയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിനൊപ്പം അന്വേഷണത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിജു. ശരി, ലതീഷാണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കോഴിക്കോട്ട് ആരംഭിച്ചു.